നമസ്കാരം. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നുയർന്ന ഉടൻ തിരിച്ചിറക്കി. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇത്തരത്തിൽ ലാൻഡ് ചെയ്തത്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് പ്രശ്നം കാരണം ലാൻഡിംഗ് ഗിയർ വർക്കാകാത്ത സ്ഥിതിയുണ്ടായി. തുടർന്നാണ് പൈലറ്റ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. തുടർന്ന് എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി പുറത്തിറക്കിയതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. കരിപ്പൂരിൽ വിമാനങ്ങളുടെ ലാൻഡിംഗ്, ടേക്ക് ഓഫ് സമയത്ത് പക്ഷികളുടെ ശല്യം ഒഴിവാക്കാനും പ്രത്യേകം സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വിമാനത്തിന് സമീപത്തേക്ക് പക്ഷികൾ എത്തിയാൽ പ്രവർത്തിക്കുന്ന എഞ്ചിന്റെ ശക്തി കാരണം ഇത് പക്ഷികളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും തുടർന്ന് എഞ്ചിൻ തകരാറിലാകുകയും ചെയ്യും. ഇതോടെയാണ് അപകടങ്ങൾക്ക് സാധ്യത ഉയരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നത് 25-അംഗ സംഘമാണ്. 3 വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഈ സംഘം പ്രവർത്തിക്കുന്നുമുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് വിമാനത്താവള അതോറിറ്റി ഈ ജീവനക്കാർക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത്. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും റിഫ്ലക്റ്റിംഗ് കണ്ണാടികൾ ഉപയോഗിച്ചുമാണ് പക്ഷികളെ തുരത്തുന്നത്. വിമാനങ്ങൾ പുറപ്പെടുന്നതിനും ഇറങ്ങുന്നതിനും തൊട്ടു മുൻപ് റൺവേയും പരിസരവും നിരീക്ഷിച്ച് പക്ഷികളുടെ സാന്നിധ്യമില്ലെന്നും ഉറപ്പാക്കും. 2012 ഷാർജയിലേക്ക് 168 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിയതിനെ തുടർന്ന് 15 മിനിറ്റുകൾക്ക് ശേഷം എമർജൻസി ലാൻഡിംഗ് നടത്തിയ സംഭവം ഉണ്ടായിരുന്നു.